കമ്പൗണ്ടർ ബാപ്പു ഇങ്ങനെ ഊതി ഉറപ്പിച്ച ബലൂണ് പോലെ വയറ് വീർക്കത്തക്ക വിധ ആഹാരം കഴിച്ചാല് നിനക്ക് ദഹനൊക്കെ ഉണ്ടാവൂലടാ. ഇല്ല. അതെന്തുകൊണ്ടാണ്? അതിനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. ഉടനം ബാപ്പുവിനെ രക്ഷിക്കുന്നത് ഈ സാധുവീടി ബഹുജനങ്ങളുടെ വീടിയാണ്. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ സാധുവീടി തന്നെ ഇഷ്ടപ്പെടുന്നത്. വരട്ടെ, ഇന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കുന്നു. രാധേ, നീ എന്നോടിങ്ങനെ പരിഭവിക്കുന്നത് കഷ്ടമാണ്. ഞാനിവിടെ വന്ന നാൾ മുതൽ പറയുന്നു നമുക്ക് ഒരുമിച്ചൊരു വിനോദയാത്ര ചെയ്യണമെന്ന്. ഒരിക്കലും നിങ്ങൾക്ക് അതിന് അവസരമില്ല. ഓഹോ, ഇതാണോ പരിഭവം? അതെ അതെ, എനിക്കറിയാം. എന്നെയും കൂട്ടി പോകുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന്. രാധേ, കരയുകയാണ്. നോക്ക്, നമുക്ക് നാളെ തന്നെ പുറപ്പെടാം. സത്യമാണോ? സത്യം. നീ കേട്ടിട്ടില്ലേ സുപ്രസിദ്ധമായ സാധുവീടിയെ പറ്റി? ആരാണത് കേട്ടിട്ടില്ലാത്തത്? സാധുവീടി സാധാരണക്കാരന്റെ വീടിയാണ്. മറ്റൊരർത്ഥത്തിൽ മഹാത്മാക്കൾ ആശീർവദിച്ച് അംഗീകരിച്ച വീടിയാണ് സാധുവീടി. നമ്മുടെ ഡോക്ടർ രാജൻ പലതരം വീടുകളും സിഗരറ്റുകളും ഉപയോഗിച്ചിരുന്നു പോലും. ഇപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് സാധുവീടി മാത്രമേ അയാൾ ഉപയോഗിക്കുന്നുള്ളെന്ന് പറയുന്നത് കേട്ടു. അതാണ് അതിന്റെ മേന്മ. പുകയിലെയും വിലയും മുതൽ വീടിയായി രൂപാന്തരപ്പെട്ട് അനേകം ജനങ്ങളുടെ വായിൽ നിന്നും പുകയായി മാറുന്നതുവരെയുള്ള സാധുവീടിയുടെ പരിവർത്തനങ്ങളിലെല്ലാം തന്നെ വിദഗ്ധമായ നിർമ്മാണ ശക്തിയും വിശുദ്ധമായ ഉത്തരവാദിത്വവും പ്രവർത്തിച്ചു പോരുന്നുണ്ട്. വീടി ഉപയോഗിക്കാത്ത നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? അതല്ലേ അതിന്റെ മഹത്വം. സാധുവീടി ഉപയോഗിക്കുന്നവരെ പോലെ തന്നെ ഉപയോഗിക്കാത്തവർക്കും അതിന്റെ മേന്മയെ കുറിച്ചറിയാം. അതല്ലേ കേരളത്തിനകത്തും പുറത്തും സാധുവീടി വിജയക്കൊടി നാട്ടിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് സാധുവീടിയുടെ നിർമ്മാണശാല ഒന്ന് കാണണം. കാണാമല്ലോ, വരൂ. നമസ്തേ മാനേജർ. നമസ്തേ. ഇരിക്കണം. ഞങ്ങൾ നിങ്ങളുടെ ഫാക്ടറി കാണാൻ ആഗ്രഹിക്കുന്നു. സന്തോഷം, കാണാമല്ലോ. അതാ സാധുവീടിക്ക് വേണ്ടിയുള്ള പുകയിലകൾ കയറ്റി വരുന്നു. മേത്തരങ്ങളായ ധാരാളം പുകയിലകൾ സാധുവീടി വെയർഹൗസിൽ കാലയെ കൂട്ടി സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു. പുകയില ഉണക്കി അരിച്ച് അതിന്റെ ദോഷാംശങ്ങൾ അകറ്റി സൂക്ഷിക്കുകയാണ്. കാലദേശാവസ്ഥകൾക്കനുസരിച്ച് പുകയില എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ഉത്തരവാദപ്പെട്ടവർ പരീക്ഷണം നടത്തുന്നു.
ഈ പരീക്ഷണങ്ങൾക്ക് ശേഷം പുകയിലകൾ കൂട്ടിച്ചേർക്കുന്നു. ബീഡി തിരക്കുവാൻ മുൻകൂട്ടി ഇല മുറിച്ച് പാകപ്പെടുത്തുകയാണ്. അങ്ങനെ പാകപ്പെടുത്തിയ ഇല കൊണ്ടാണ് മാർക്കറ്റിൽ വളരെയധികം പ്രചാരമുള്ള സാധുബീഡി തിരച്ചുണ്ടാക്കുന്നത്. ബീഡികൾ അധികൃതന്മാർ പരിശോധിച്ച ശേഷം പ്രത്യേകമായ ഒരു യന്ത്രത്തിന്റെ സഹായത്താൽ ഉണക്കുകയാണ് ചെയ്യുന്നത്. മിതമായി ഉണക്കിക്കഴിഞ്ഞ ബീഡികൾ ലേബൽ ഒട്ടിച്ചിടുകയും അതെല്ലാം വലിയ വലിയ പാക്കറ്റുകളാക്കി മാറ്റുകയും ചെയ്യുന്നു. ആ പാക്കറ്റുകളെല്ലാം തന്നെ വീണ്ടും പരിശോധിച്ച ശേഷം വിൽപ്പനക്കായി അതാ സാധുബീഡി സെയിൽസ് ഡിപ്പോയിലേക്ക് കൊണ്ടുപോകുന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ജനങ്ങൾക്ക് ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്ന സാധുബീഡി അംഗീകരിക്കപ്പെട്ട സ്റ്റോക്കിസ്റ്റുമാരിലും മറ്റും വിപുലമായ വിധത്തിൽ വിതരണം ചെയ്യുവാൻ വേണ്ടി കൊണ്ടുപോകുന്നതും ഈ ഡിപ്പോവിൽ നിന്നാണ്. മാനേജർ, നിങ്ങളുടെ ഫാക്ടറി കണ്ടിട്ട് രാധ അത്ഭുതപ്പെടുകയാണ്. ഒരു നാടൻ വ്യവസായം ഇത്രയും ഉന്നതമായ നിലയിൽ സത്യമായും കൃത്യമായും നടത്തുന്നതിന് എത്ര അഭിനന്ദിച്ചാലും മതിയാകുന്നതല്ല. സാധുബീഡിയുടെ പ്രൊപ്പറേറ്റർക്കും തൊഴിലാളികൾക്കും എന്റെ അകമഴിഞ്ഞ ആശംസകൾ. ഇത് ഞങ്ങളുടെ സ്മരണക്കായി കയ്യിലിരിക്കട്ടെ. നന്ദി. ഞാൻ ബീഡി ഉപയോഗിക്കാറില്ല. ഇരിക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തനം പരിശുദ്ധമാകിയാൽ മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സാധുബീഡി ഒരാവശ്യമായി വരുന്നു. നമസ്തേ മാനേജർ. അറിയുന്നത് നിങ്ങൾ പുകവലി ശീലിക്കണമെന്ന്. നല്ല സ്വാദുള്ള ബീഡി, സാധുബീഡി നല്ല സ്വാദുള്ള ബീഡി. നാട്ടിലെങ്ങും പുതുമ തിങ്ങുമി ബീഡി വലിച്ചിടുവിൻ, ഈ ബീഡി വലിച്ചിടുവിൻ. നാട്ടിലെങ്ങും പുതുമ തിങ്ങുമി ബീഡി വലിച്ചിടുവിൻ, ഈ ബീഡി വലിച്ചിടുവിൻ. സാധുബീഡി നല്ല സ്വാദുള്ള ബീഡി, സാധുബീഡി നല്ല സ്വാദുള്ള ബീഡി. മയക്കുമാനന്ദമേ മലകറ്റും ഗുണമേ, മനസ്സിനുന്മേഷത്തിൻ മധു നിറയ്ക്കും നീ. മയക്കുമാനന്ദമേ മലകറ്റും ഗുണമേ, മനസ്സിനുന്മേഷത്തിൻ മധു നിറയ്ക്കും നീ.
കവിത ചേർക്കും കരളിൽ നിലെ സകല നാട്ടിലും നിറഞ്ഞു നിൽക്കും കവിത ചേർക്കും കരളിൽ നിലെ സകല നാട്ടിലും നിറഞ്ഞു നിൽക്കും സാധു ബീഡി നല്ല സ്വാദുള്ള ബീഡി സാധു ബീഡി നല്ല സ്വാദുള്ള ബീഡി നാട്ടിലെങ്ങും പുതുമ തിങ്ങുമി ബീഡി വലിച്ചിടുവിൻ ഈ ബീഡി വലിച്ചിടുവിൻ നാട്ടിലെങ്ങും പുതുമ തിങ്ങുമി ബീഡി വലിച്ചിടുവിൻ ഈ ബീഡി വലിച്ചിടുവിൻ സാധു ബീഡി നല്ല സ്വാദുള്ള ബീഡി സാധു ബീഡി നല്ല സ്വാദുള്ള ബീഡി കറുത്ത ചുണ്ടിലും വെളുപ്പു ചേർത്തും നീ കറുത്ത ചുണ്ടിലും വെളുപ്പു ചേർത്തും നീ കനത്ത മഞ്ഞിലും സുഖത്തെ നൽകും നീ കനത്ത മഞ്ഞിലും സുഖത്തെ നൽകും നീ കടുത്ത വേനലിൽ കുളിരൊഴുക്കും നീ സകല നാട്ടിലും സുലഭം സുലഭം കടുത്ത വേനലിൽ കുളിരൊഴുക്കും നീ സകല നാട്ടിൽ സുലഭം സുലഭം സാധു ബീഡി സാധു ബീഡി നല്ല സ്വാദുള്ള ബീഡി സാധു ബീഡി നല്ല സ്വാദുള്ള ബീഡി നാട്ടിലെങ്ങും പുതുമ തിങ്ങുമി ബീഡി വലിച്ചിടുവിൻ ഈ ബീഡി വലിച്ചിടുവിൻ നാട്ടിലെങ്ങും പുതുമ തിങ്ങുമി ബീഡി വലിച്ചിടുവിൻ ഈ ബീഡി വലിച്ചിടുവിൻ സാധു ബീഡി നല്ല സ്വാദുള്ള ബീഡി സാധു ബീഡി നല്ല സ്വാദുള്ള ബീഡി നമസ്തേ. മഹാജനങ്ങളെ, എന്റെ വിനീതമായ കൂട്ടുകൾ, കേരളത്തിലെ ബീഡി വ്യവസായങ്ങൾക്കിടയിൽ സാധുബീഡിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളും സ്വീകരണങ്ങളും നമ്മെ അഭിമാനം കൊള്ളിക്കുന്നു. ഒരനുഭവത്തിനെന്ന നിലയിൽ സാധുബീഡിയുടെ പ്രൊപ്പറേറ്റർക്കും തൊഴിലാളികൾക്കും ഞാൻ സകല ഭാവുകങ്ങളും നേരുന്നു. ഒരു നാടൻ വ്യവസായം എന്ന നിലയിൽ സാധുബീഡിയുടെ അത്യുന്നതിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സാധുബീഡി എല്ലാവരുടെയും ഉന്മേഷത്തിനും ഉണർവിനും എന്നെന്നും എങ്ങുമെങ്ങും പ്രചരിക്കട്ടെ. സാധുബീഡി എന്നും വിജയിക്കട്ടെ. സുഹൃത്തുക്കളെ, ബഹുജനങ്ങളുടെ സ്നേഹവും വിശ്വാസവുമാണ് സാധുബീഡിയുടെ